വെൽക്കം ടു ടീംസ് കിച്ചൺ സീക്രട്സ്. ഇന്ന് നമ്മളൊരു ക്യാരറ്റ് റൈസ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഈസി ആയിട്ടാണ് നമുക്കിത് ചെയ്യാൻ പറ്റുന്നത് കേട്ടോ. കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല. അത് ഒരു 1.5 ഗ്ലാസ് കൈമ റൈസാണ് ഞാൻ എടുത്തേക്കുന്നത്. പിന്നെ ഒരു 2 വലിയ ക്യാരറ്റ്. ഇതിൻ്റെ മെയിനായിട്ടുള്ള സംഭവം ക്യാരറ്റ് ആണ്. അപ്പോൾ ഒരു വലിയ 2 ക്യാരറ്റ് എടുത്ത് ഒന്നി ഗ്രേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഈ വെജിറ്റബിൾ കട്ടറിനകത്ത് ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണേ. പിന്നെ നമുക്ക് വേണ്ടത് 2 വെളുത്തുള്ളിയാണ്. പിന്നെ ഞാൻ ഇതിനകത്തൊരു മാഗിയുടെ ഒരു ചിക്കൻ ക്യൂബ് ചേർക്കുന്നുണ്ട്. അത് ഉണ്ടാക്കുമ്പോൾ നമ്മൾ അതിനകത്ത് പൊടിച്ചിട്ടാൽ മതി. അതിന്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർ അത് ഉപയോഗിക്കേണ്ട കാര്യമില്ല. ഇതിപ്പോ ഞാൻ 1.5 ഗ്ലാസ് കൈമ റൈസ് എടുത്തേക്കുന്നത്. അപ്പൊ ഞാൻ 3 ഗ്ലാസ് വെള്ളം തിളപ്പിച്ച് വെക്കണം. എന്നിട്ട് നമ്മളിത് ക്യാരറ്റ് നെയ്യ് അല്ലെങ്കിൽ ബട്ടറിൽ നമ്മൾ വഴറ്റിയിട്ടാണ് ഈ റൈസ് ഉണ്ടാക്കുന്നത് കേട്ടോ. നമ്മൾ ആദ്യം ഈ റൈസ് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് അരിച്ചു വെക്കണം. അരിച്ചു വെച്ചതിന് ശേഷം ബട്ടർ അല്ലെങ്കിൽ നെയ്യ് അതിലാണ് നമ്മളിത് നന്നായിട്ട് വറുത്തെടുക്കണം. വറുത്തെടുത്ത് കഴിഞ്ഞിട്ടാണ് ഒരു 1.5 കപ്പിന് 3 കപ്പ് തിളച്ച വെള്ളം ഒഴിച്ചാണ് നമ്മൾ ഈ റൈസ് വേവിച്ചെടുക്കുന്നത് കേട്ടോ. അത് ഞാൻ കാണിച്ചു തരാം. ഞാനിവിടെ ഒരു കടായി വെച്ച് കൊടുത്തിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. നമ്മൾ ഇതിലേക്ക് ഒരു 2 വെളുത്തുള്ളി ഞാൻ നേരത്തെ വെച്ചില്ലേ, അതൊന്ന് ചതച്ചിട്ട് ഞാൻ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ആ വെളുത്തുള്ളിയുടെ ആ ഒരു ഫ്ലേവർ ഒന്ന് ഈ നെയ്യിലോട്ട് വരണേ. അതിനുശേഷം നമ്മൾ ആ അരി ഉണ്ടല്ലോ നന്നായിട്ട് വാഷ് ചെയ്ത് ഇതുപോലെ ഞാൻ അരിച്ചു വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ഈ നെയ്ക്കകത്ത് കിടന്നൊന്ന് വറുക്കണേ. ഈ അരി ഒന്ന് ഫ്രൈ ആയിട്ട് നല്ല ഒന്ന് മൂത്ത് വരണം ആ ഒരു നെയ്ക്കകത്ത് കിടന്ന്. അപ്പൊ നല്ല ടേസ്റ്റ് ആയിരിക്കും ആ റൈസ് കഴിക്കാനേ. ഈ ഫ്രൈഡ് റൈസ് ഒക്കെ കഴിച്ച് മടുത്ത് ഒക്കെ കഴിയുമ്പോൾ, ഫ്രൈഡ് റൈസിനകത്തെന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ വെജിറ്റബിൾസും അങ്ങനെയൊക്കെ നമുക്ക് അരിയാനൊക്കെ വേണ്ട. ഇതാകുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ വീട്ടിൽ പെട്ടെന്ന് ഒന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റൈസ് ഐറ്റമാണ്. ഗസ്റ്റ് ഒക്കെ വരുവാണെങ്കിലും നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാവുന്ന, നമുക്ക് ഒരുപാട് അരിയാനോ ഒന്നില്ല. ക്യാരറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കേണ്ട ആ ഒരു സമയമേ ഉള്ളൂ. ഇപ്പം വെജ് മാത്രം കഴിക്കുന്നവരാണെങ്കിൽ പനീർ എന്തെങ്കിലും ഡിഷൊക്കെ ഇട്ടാൽ മതിയെ. പനീറിന്റെ ഡിഷൊക്കെ എൻ്റെ ചാനലിനകത്തുണ്ട്. കുറെ ടൈപ്പ് ചിക്കൻ ഐറ്റവും ബീഫ് ഐറ്റവും ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. എൻ്റെ ചാനലൊക്കെ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് കഴിഞ്ഞതിന് ശേഷം നല്ല അഭിപ്രായങ്ങളാണെങ്കിൽ നല്ലത് പറയുക, അല്ല എന്തെങ്കിലും നിങ്ങൾക്ക് നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ അതും പറയാം. ഈ അരി ഒന്ന് ഒരു 2-3 മിനിറ്റ് ഒന്ന് ഫ്രൈ ആക്കി കഴിയുമ്പോൾ നമ്മൾ ഈ ക്യാരറ്റും കൂടെ ആഡ് ചെയ്തേക്കണേ. എന്നിട്ട് ഇതും കൂടെ കിടന്ന് നന്നായിട്ട് ആ നെയ്ക്കകത്തൊന്ന് വറുത്തെടുക്കണം. നമുക്ക് ആവശ്യത്തിന് നെയ്യ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ, അതിന് കുഴപ്പമില്ല. നെയ്യ് ഇച്ചിരി വരുമ്പോൾ നമുക്ക് അതിന്റെ ആ ഒരു ടേസ്റ്റ് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതിന്. ഞാനിപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തേക്ക്. കുറച്ചുകൂടെ നമുക്കൊന്ന് ആഡ് ചെയ്യാം. വേറൊരു സ്റ്റവിലേക്ക് വെച്ച് ഞാൻ വെള്ളം തിളപ്പിക്കുന്നുണ്ട് കേട്ടോ. 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം, ആ ഒരു രീതി വേണം എടുക്കാനേ. എന്നിട്ട് തിളച്ച വെള്ളം വേണം നമ്മൾ ഇത് നന്നായിട്ട് ഫ്രൈ ആയതിനു ശേഷം ഒഴിച്ചു കൊടുക്കാൻ. ഒരു 4-5 മിനിറ്റ് ഈ നെയ്ക്കകത്ത് കിടന്ന് ഇത് രണ്ടും കൂടെ ഒന്ന് ഫ്രൈ ആയി വരണം കേട്ടോ. അരി വറുക്കുമ്പം അതിനൊരു പ്രത്യേക ടേസ്റ്റ് ആണ്. ഞാൻ സാധാരണ ഈ ഫ്രൈഡ് റൈസ് ഒക്കെ ഉണ്ടാക്കുമ്പോഴുണ്ടല്ലോ, അല്ലാതെ ഇപ്പൊ ഫ്രൈഡ് റൈസ് ആണെങ്കിലും ബിരിയാണി ആണെങ്കിലും ഞാൻ അല്ലാതെ സാധാരണ നമ്മൾ ചോറുണ്ടാക്കത്തില്ലേ, അതുപോലെ ഉണ്ടാക്കിയിട്ട് ആണ് എടുക്കുന്നത്. ഇതിപ്പം ക്യാരറ്റ് റൈസ് അല്ലെങ്കിൽ ഗീ റൈസ് ഒക്കെ ആകുമ്പോൾ ഞാൻ ഇതുപോലെ വറുത്താണ് എടുക്കുന്നത്. ഇപ്പൊ ഈ ക്യാരറ്റ് ഇടുമ്പോൾ അതിന്റെ ഒരു വേറൊരു കളറും കൂടെ ആ ഒരു അരിക്കകത്തോട്ടങ്ങ് അതങ്ങ് പിടിച്ചിട്ട് നല്ലൊരു കളറും കൂടാണ് ഈ റൈസിന്. കുട്ടികൾക്കൊക്കെ ആണെങ്കിലും സ്കൂളിലോ കോളേജിലോ ഒക്കെ ലഞ്ച് ബോക്സിനകത്തൊക്കെ ഇത് കൊണ്ടുപോകുമ്പോൾ നല്ല കളർഫുൾ അല്ലേ. അപ്പൊ കൊച്ചു കുട്ടികൾക്കാണേലും നന്നായിട്ട് ഇഷ്ടമാവും. നിങ്ങൾക്ക് രാവിലെ ഉണ്ടാക്കാനാണേലും ഒരു ബുദ്ധിമുട്ടും ഇല്ലേ. ഇതിപ്പോൾ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമ്മളിതാ ഞാൻ വെള്ളം ഇപ്പുറത്തെ സ്റ്റൗവിൽ തിളയ്ക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ആ വെള്ളം കൂടെ അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കുക. ആഡ് ചെയ്തിട്ട് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണേ. ഉപ്പ് കൂടി പോവുകയും ചെയ്യണ്ട. എന്നിട്ട് 2 മിനിറ്റ് ഇങ്ങനെ ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കൊരു മീഡിയം ഫ്ലെയിമിലേക്ക് പിന്നെ ആക്കി കൊടുക്കണേ. നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്നില്ലേ ആ മാഗിയുടെ ചിക്കൻ ക്യൂബാണിത്. അത് ഞാനൊരു കല്ല് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് പൊടിച്ചിട്ട് ഇതിന്റെ കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കുവാണേ. അപ്പോൾ ഒരു നല്ലൊരു ടേസ്റ്റ് വരും ഇതിന്. അപ്പം നമ്മൾ കുറച്ച് അരിയെല്ലാം ഇട്ടിട്ടുള്ളൂ, അപ്പോൾ ഒരെണ്ണം ചേർത്താൽ മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തിട്ട് നമുക്കിത് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാവേ. ഇപ്പൊ ഹൈ ഫ്ലെയിമിൽ ഇരിക്കുമോ. 2-3 മിനിറ്റ് ഞാൻ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ തീ ഒന്ന് കുറച്ച് കൊടുക്കും. പിന്നെ നമ്മളിതിവിടെ അടച്ചു വെച്ചിട്ട് ഒരു 3 മിനിറ്റ് ആയേ. ഇനി ഒന്നും കൂടി ഇതൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഈ ഫ്ലെയിം ഒന്ന് കുറച്ചൊന്ന് കുറച്ച് വെക്കണേ. എന്നിട്ട് ഇത് ചോറ് നന്നായിട്ട് വെന്ത് വരണം. ഞാൻ അതൊന്ന് സിമ്മിലേക്ക് വെച്ച് കൊടുക്കുവാണേ. നമ്മളിപ്പോൾ ഇവിടെ സിമ്മി വെച്ച് കൊടുത്തിട്ടുണ്ടല്ലോ. ഒരു 7 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. ഉണ്ടോ, വെള്ളം എല്ലാം വറ്റിയിട്ടുണ്ട്. ചോറെല്ലാം നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. നന്നായിട്ട് വെന്തിട്ടുണ്ട്. 3 മിനിറ്റ് ഹൈ ഫ്ലെയിമും 7 മിനിറ്റ് ലോ ഫ്ലെയിമും. അപ്പോഴത്തേനും നമ്മുടെ ഈ റൈസ് കുക്കാവും. ക്യാരറ്റ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കുന്നതാണ്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണേ.
ക്യാരറ്റ് റൈസ് ഇവിടെ റെഡി ആയി, നല്ല ചൂടോട് കൂടിയുള്ള. ഇതിൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ട് ചിക്കനോ ബീഫോ എന്താ നിങ്ങൾക്ക് ഇഷ്ടമെന്ന് വെച്ചാൽ കഴിക്കാം. അല്ല വെജ് കഴിക്കുന്നവരാണെങ്കിൽ പനീറിൻ്റെ ഐറ്റംസ് നന്നായിട്ട് ചേർന്ന് പോകും കേട്ടോ. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സാധനം, ഈസി ആയിട്ട് ഉണ്ടാക്കാം. അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്, അതാ കേട്ടോ. വളരെ ഈസി ആയിട്ട് നമുക്ക് ഗസ്റ്റൊക്കെ വരുമ്പോഴോ അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി പെട്ടെന്ന് തയ്യാറാക്കാവുന്ന റൈസാണ്. അപ്പം നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്തിട്ട് എൻ്റെ അടുക്ക് അഭിപ്രായം പറയണേ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക്